മറ്റ് കഷ്ണങ്ങളൊന്നുമില്ലാതെ നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് സാമ്പാർ വെക്കുവാണേ. തക്കാളി സവാള മാത്രം, പരിപ്പും. അപ്പോൾ ഇതാ നോക്കിയേ, ആദ്യം തന്നെ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ച പരിപ്പാണേ. ഒരു സവാള, 2 മീഡിയം സൈസ് തക്കാളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക് മുറിച്ചിട്ടത്, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്. നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം. സ്റ്റൗവൊക്കെ ഓൺ ചെയ്തു. ഇതിലേക്ക് നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. വേവിക്കാം. അതിന് ശേഷം ബാക്കി ചേരുവയൊക്കെ എടുക്കാവേ. നമ്മുടെ പരിപ്പൊക്കെ സെറ്റായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതാ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മൺചട്ടിയിലോട്ട് മാറ്റുവാണേ. സ്റ്റൗവൊക്കെ ഒന്നും കൂടെ ഓൺ ചെയ്തേ. ഇനി ഇതിനകത്തിരുന്ന് ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ. ഇനി നമ്മുടെ ഈ പരിപ്പും തക്കാളിയുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. പാകത്തിന് പുളിവെള്ളം ചേർക്കണേ. കുറച്ച് ഒഴിച്ചാൽ മതി, വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കായപ്പൊടി ഇട്ട് ഒരു തിള വരുമ്പം നമ്മുടെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം. സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇനി ഇതൊന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ. ഇതാ പരിപ്പെല്ലാം നല്ലപോലെ തിളച്ചു. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുരിങ്ങയിലയില്ലേ, കണ്ട, ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്കായിക്കോട്ടെ. ഒന്ന് തുറന്നു നോക്കാം. ഇതാ മുരിങ്ങയിലൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ വെന്ത് പോകണ്ട, ഈ ആവിയിൽ തന്നെ ഒന്ന് വെന്താൽ മതി കേട്ടോ. നമുക്ക് കടുകൊന്ന് വറുത്തിടണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ചൂടായി വന്നപ്പോൾ ഇതാ കടുക് ഇട്ട് കൊടുത്തു, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടേ. നല്ലൊരു അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില സാമ്പാർ. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വിചാരിച്ചിരിക്കേണ്ട, നല്ല മീൻ വറുത്തമൊക്കെ ഉള്ളപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി മുരിങ്ങയില സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചോറിനായി ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.